ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. മൊബൈൽ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ളതിനേക്കാളും കൂടുതലായിട്ട് യൂട്യൂബിലായിരിക്കും. യൂട്യൂബിൽ പലതരം വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ട് രാവിലെ തൊട്ട് വൈകിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് GB നല്ല പോലെ കുറയുന്നുണ്ട്. അപ്പം അതിന് ഒരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡാറ്റ സേവിങ് മോഡിൽ പോയിട്ട് നമുക്ക് ചില സെറ്റിംഗ്സുകൾ മാറ്റി കഴിഞ്ഞാൽ വളരെയധികം GB ലാഭിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അതിലും അടിപൊളിയായിട്ടുള്ള ഓപ്ഷനാണ്. അതും ഡാറ്റ സേവിൽ തന്നെയാണുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ പറഞ്ഞു തരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ അടിപൊളി ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. യൂട്യൂബിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ സെറ്റിംഗ്സ് ഐക്കൺ കാണുന്നില്ലേ, ഗിയർ ഐക്കൺ കാണുന്നുണ്ടല്ലോ, ആ ഗിയർ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ജനറൽ അക്കൗണ്ട്സ് ആയിട്ട് ഇവിടെ താഴെ ഡാറ്റ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് നിരവധി ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഡാറ്റ സേവിങ് ചെയ്യാനുള്ള. അതിന് പുതിയതായിട്ടൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. അതിൽ താഴെ ഏറ്റവും താഴെയായിട്ട് മൊബൈൽ ഡാറ്റ യൂസേജ് റിമൈൻഡർ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് അടിപൊളി ഒരു ഓപ്ഷനാണ്. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചാൽ ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നിങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉപയോഗിക്കുന്നത് അതിൽ എത്ര MB വരെ നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കേണ്ടത്, അതായത് യൂട്യൂബ് വഴി നമുക്ക് എത്ര വീഡിയോയിൽ നെറ്റ് ലാഭിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇന്നൊരു ദിവസം നിങ്ങൾ യൂട്യൂബ് വഴി നിങ്ങൾ സെറ്റ് ചെയ്യുക, അതായത് ഒരു 500 MB വരെ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണെങ്കിൽ ആ 500 MB ആവുന്ന സമയത്ത് നമുക്ക് ഒരു റിമൈൻഡർ വരും. അപ്പൊ നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കുന്നത് നമുക്ക് താൽക്കാലികമായി നിർത്താൻ സാധിക്കും. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ്. അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 500 MB എന്നുള്ള നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു MB കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒരു റിമൈൻഡർ ആയിട്ട് വരും ഇത്രത്തോളം MB യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ രണ്ടാമത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതിന്റെ മുകളിൽ സെലക്ട് ക്വാളിറ്റി ഫോർ എവറി വീഡിയോ. ഇതും നമുക്ക് നെറ്റ് ലാഭിക്കാനുള്ള വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇത് എനേബിൾ ചെയ്ത് വെച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണുന്ന സമയത്ത് മനസ്സിലാവും. ഞാനത് ബാക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. നമുക്ക് സ്ട്രൈക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ എൻ്റെ വീഡിയോ പ്ലേ ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഇതേപോലെ നിങ്ങളൊരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നേരെ കണ്ടില്ലേ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. അതായത് നിങ്ങൾക്ക് ഓട്ടോ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ 5.9 MB ആണ് നിങ്ങൾക്ക് പോവുക. ഹൈ റെസൊല്യൂഷൻ പിക്ചറിൽ കാണുകയാണെങ്കിൽ 12 MB, ഡാറ്റ സേവിംഗ് മോഡിലാണെങ്കിൽ 2.1 MB ആണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ലാഭം? ഡാറ്റ സേവിംഗ് മോഡിൽ ചെയ്യുന്നതായിരിക്കും ലാഭം. 2.1 MB മാത്രമേ നിങ്ങൾക്ക് നെറ്റ് നഷ്ടമാവുള്ളൂ. അപ്പൊ ഇതേ രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ രണ്ട് സെറ്റിംഗ്സും നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലൊന്ന് നോക്കി ചെയ്തു വെക്കുക. കാരണം ഇത് വളരെ വളരെ യൂസ്ഫുൾ ആണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ അറിയാതെ നെറ്റിലൊക്കെ പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ കണ്ടിരുന്ന് സമയം പോകുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് വളരെ വളരെ യൂസ്ഫുൾ ആണ്.